നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്കും ക്ലച്ചും. അതായത് ബ്രേക്ക് സെപ്പറേറ്റ് നമ്മളൊരു പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്ത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് ബ്രേക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും ക്ലച്ച് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡ്രൈവിംഗ് മിസ്റ്റേക്കുകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഈ മിസ്റ്റേക്കുകൾ പലപ്പോഴും വരുന്ന സാഹചര്യങ്ങളിൽ ബിഗിനേഴ്സിന് സംഭവിക്കുന്നത് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വേഗത കൃത്യമായിട്ടും ഒരു ഇറക്കമൊക്കെ ഇറങ്ങി പോകുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ഗട്ടറിലൂടെയൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടിയുടെ വേഗത കൃത്യമായിട്ടും നമ്മുടെ ഇഷ്ടാനുസരണം ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാനത് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ ഒന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിടുക. ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്കും ക്ലച്ചും. അതായത് ബ്രേക്ക് സെപ്പറേറ്റ് നമ്മളൊരു പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഓഫാകാനും വണ്ടിയുടെ വേഗത നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. ഒന്നെങ്കിൽ സ്പീഡ് കൂടിപ്പോകും, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ് വണ്ടി ഓഫായി പോകും. ഇനി അതുപോലെ തന്നെയാണ് ക്ലച്ച് നമ്മൾ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഇടയ്ക്ക് ക്ലച്ച് ചവിട്ടേണ്ടതെന്നും കൂടെ നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ക്ലച്ച് ചവിട്ടുന്ന ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്കിലേക്കും വരേണ്ടതായിട്ട് വരും. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഒരു ബാലൻസിങ്. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം എപ്പോഴും എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്, പ്രത്യേകിച്ച് ഒരു ഇറക്കമാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ കാല് ബ്രേക്കിൽ ആദ്യം വന്നിരിക്കണം. അതിനുശേഷമേ നമ്മൾ ക്ലച്ച് ചവിട്ടാവുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനും ഗിയർ ബോക്സ് ഇങ്ങനെ പിടിച്ചാണ് കിടക്കുന്നത്. ആദ്യം കയറി ക്ലച്ച് ചവിട്ടുമ്പോൾ ഇവ തമ്മിൽ കണക്ഷൻ മാറും, വണ്ടി ന്യൂട്രാവും. ന്യൂട്രാകുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഉരുണ്ടുപോകും. അതായത് ഏത് സൈഡിലേക്കാണോ സ്ലോപ്പ് കിടക്കുന്നത് അങ്ങോട്ട് നമ്മുടെ വണ്ടി ഉരുണ്ടുപോകും. അതിനെന്ത് ചെയ്യണം? ബ്രേക്ക് കാല് വെക്കുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടുക. ബ്രേക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല, അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകില്ല. എന്നിട്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്ക് സുഖകരമായിട്ട് പേടിക്കാതെ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി വണ്ടിയുടെ കീ ഞാൻ ഓണാക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ടും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് കാലയച്ചു നോക്കുകയാണ്. വണ്ടി നീങ്ങുന്നുണ്ടോ എന്നറിയാം. നീങ്ങുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിൽ വെക്കുകയാണ്. എന്നിട്ട് ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരിക. ഏകദേശം പോയിന്റിനോട് അടുത്ത് വരുമ്പോൾ പതുക്കെ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കണം. ഇങ്ങനെ നിങ്ങൾ വാഹനം എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി എപ്പോഴും ഓഫായി പോകും. ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കരുത്. കുറച്ച് ആക്സിലറേഷനും കൂടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മുടെ കാല് വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. ഓക്കെ, ഇനി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സെക്കൻഡിൽ പോവാണ്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം ഞാനിവിടെ തേർഡിൽ പോവാണ്. ഇവിടെ മുന്നിലൊരു വളവ് വന്നു. പല ആൾക്കാർക്കും തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വളവ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇറക്കം കൂടി ഒരു വളവ് വരുന്ന സമയത്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ ബ്രേക്ക് വന്നിട്ട് വണ്ടി ഓഫാകും, അല്ലെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ട് റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കൊള്ളിച്ച് തൊട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പോൾ ഞാനിത് കൊള്ളിച്ചുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതായത് ബ്രേക്ക് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ഫസ്റ്റ് ഗിയറിലേക്ക് ഒരു ജംഗ്ഷൻ വന്നപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ബ്രേക്കിൽ വന്നിട്ടല്ല. പല ആൾക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതായത് ഒരു കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനം വരുന്ന സമയത്ത്
പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആ ജംഗ്ഷനിൽ മുന്നോട്ട് പോകാൻ അവസരങ്ങളുണ്ട്, വണ്ടികളൊന്നുമില്ല, നമ്മൾ നോക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യണം, പലരും ബ്രേക്കിൽ വന്നിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണമെന്ന് കരുതുക. ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കുകയാണ്, ആക്സിലറേഷൻ ഞാനിവിടെ ഇങ്ങനെ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു. ഇത്രയും ചെയ്താൽ മതി. അവിടെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. പലരും എന്ത് ചെയ്യും, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും ഞാനിങ്ങനെ തേടിടാൻ തീരുമാനിക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, ബ്രേക്കിലെടുത്ത് ചവിട്ടി പിടിച്ചിട്ട് തേടിടും. അപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടാണ് നമ്മൾ തേടിടുന്നതെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം, ഇപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വന്നു. കാരണം ബ്രേക്ക് ചവിട്ടി പിടിക്കുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ വേഗതയെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മളൊരു തേർഡ് ഗിയറിലേക്ക്, അല്ലെങ്കിൽ ഓരോ ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകിയാലേ അടുത്ത ഗിയറിലിട്ട് വണ്ടി നീങ്ങത്തുള്ളൂ. ഓക്കെ, അതായത് കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത ഗിയറിലിട്ടാൽ വണ്ടി പോകൂ. അപ്പം അവിടെ നിങ്ങൾ കയറി പെട്ടെന്ന് വണ്ടിക്ക്, ഇപ്പം നമ്മൾ തേർഡിൽ ഇങ്ങനെ പോകുന്നു, ഇനി ഫോർത്ത് കൊടുക്കണം. ഫോർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഇനി എന്നിട്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഫോർത്ത് ഇട്ടാൽ മതി. പലരും എന്ത് ചെയ്യും, ബ്രേക്കാലും കൂടെ അങ്ങ് ചവിട്ടി ഇങ്ങനെ അങ്ങ് പിടിച്ച് താഴ്ത്തിയിട്ട് വണ്ടി സ്ലോ ചെയ്തിട്ട് ഫോർത്ത് ഇടാൻ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് എടുക്കും, ക്ലച്ചിൽ നിന്ന് എടുക്കും. അപ്പോൾ വണ്ടിക്കുള്ളിൽ ജെർക്ക് വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗിയർ മുന്നോട്ടിടുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഗിയർ അങ്ങനെ ഇടരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ഇവിടെ ഒരു കയറ്റം വന്നു. അപ്പം കയറ്റത്തിൻ്റെ അളവ് നോക്കി ഇപ്പോൾ തേർഡ് ഗിയറിൽ വണ്ടി പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തേർഡ് ഗിയറിൽ പോകാം. ഇനി ഇവിടെ ഒരു വളവ് വന്നു. വളവ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യരുത്, ജസ്റ്റ് തൊട്ട് ബ്രേക്ക് ചെയ്യുക. അതുകൊണ്ടോ ഇങ്ങനെ കൊള്ളിച്ചുള്ള ബ്രേക്കിംഗ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺട്രോളിലാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ചില സാഹചര്യങ്ങളിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പലരും ചവിട്ടാറില്ല. അത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്, എനിക്ക് എൻ്റെ വണ്ടി കട്ടിങ്ങിലേക്ക് ഇറങ്ങണം, ഓപ്പോസിറ്റ് ഇതേ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മളിവിടെ ബ്രേക്ക് മാത്രം ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ എഞ്ചിൻ ഇടിക്കും. കണ്ടോ, ഇങ്ങനെ പല ആൾക്കാർ കട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ ബ്രേക്ക് മാത്രം ഇങ്ങനെ ചവിട്ടി പിടിച്ച് പോകും. ഇങ്ങനെ ചെയ്യരുത്. ഈ സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ചും കൂടെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഈ ചെറിയ സ്പേസിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. കാരണം നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ഒരു കട്ടിങ്ങിലേക്ക് നമ്മുടെ വണ്ടി ഇറക്കുന്ന സിറ്റുവേഷനിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടണം. പലരും എന്ത് ചെയ്യും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ ആ ഒരു യൂസ് മനസ്സിലാക്കാതെ ബ്രേക്ക് മാത്രം ചവിട്ടി പിടിക്കും. അത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. അത് ഡ്രൈവിങ്ങിൽ വളരെ വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും ഒരുപോലെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രേക്കും ക്ലച്ചും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് നമ്മളുടെ വാഹനത്തെ പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി നമ്മൾ വണ്ടിയെ നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ ചെറിയ ഗട്ടറിലേക്ക് നമ്മളുടെ വാഹനം ഇറങ്ങി ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ സ്ലോ ചെയ്യണം. ഇപ്പോൾ ഇവിടോട്ട് ഇറങ്ങി സ്ലോ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിനോടൊപ്പം ഇത്തരത്തിൽ ക്ലച്ചിലേക്ക് വന്ന് വണ്ടി ഓഫ് ആകാതെ, ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചെ നയിച്ച് വീണ്ടും ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ വാഹനം ഏതൊക്കെ സാഹചര്യങ്ങളിൽ പതിയെ നമുക്ക് ഓടിക്കണം, അതായത് സ്ലോ ചെയ്ത് ഓടിക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടി എൻജിൻ ഇടിച്ച് ഓഫ് ആകാതിരിക്കാനായിട്ട് ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ചും കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ചില ഇറക്കങ്ങളിലും നമുക്ക് ബ്രേക്കും ക്ലച്ചും കൂടെ ഒരേപോലെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്, വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് വരുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു വളവും ഒരു കയറ്റവും കൂടെ വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർത്തിലാണ് വരുന്നത്. നേരത്തെ ഞാനിത് ക്ലച്ച് ചവിട്ടി വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുകയാണ്. ഇപ്പോഴും വണ്ടി ക്ലച്ചിലും ബ്രേക്കിലും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനിത് തേർഡിലേക്ക് വന്ന് സെക്കൻഡ് ഗിയറിലേക്കും വന്നു. കണ്ടോ, അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം സമയം നമ്മുടെ വണ്ടി ബ്രേക്കിലും ക്ലച്ചിലും ആയിട്ട് ആ നിരപ്പ് റോഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് സാവധാനത്തിൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചില ഇറക്കം കൂടിയ വളവുകളിലും ഗട്ടറുള്ള റോഡുകളിലും ചില അത്തരത്തിൽ വാഹനത്തെ പതിയെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരുമ്പോൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തേർഡിലോ ഫോർത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ അതനുസരിച്ച് ഗിയർ കൃത്യമായി
കൃത്യമായിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് വരാതിരിക്കുക, പരമാവധി സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ വാഹനത്തെ തീർത്തും നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ബ്രേക്ക് ഹാർഡായിട്ട് അമർത്തുന്ന സാഹചര്യങ്ങളിൽ വണ്ടി ഓഫായി പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വരുന്ന സൈഡിലുള്ള കട്ടിങ്ങിലേക്ക് നമ്മളുടെ വാഹനം ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്ക് വരിക. അതുപോലെ ചില ഇറക്കങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എൻ്റെ ഇറക്കത്തെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. കാരണം ഈ സൈഡിലൂടെ പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വന്നാലോ, അപ്പോൾ അത് നമ്മളുടെ ഒരു പേടിയാണ്. അപ്പോൾ അത് അവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചവിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ബ്രേക്കിലും ക്ലച്ചിലേക്കും വരിക. അത് ഒരു ജംഗ്ഷനിലാണെങ്കിലും ഇറക്കം കൂടി ഒരു ജംഗ്ഷനിലേക്ക് വന്ന് നമ്മൾ പോകുന്ന സമയത്തും ബ്രേക്കിലും ക്ലച്ചിലും വരിക. ഇപ്പോൾ ഇറക്കം കൂടി ഒരു ജംഗ്ഷനാണ് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് നോക്കണം, റൈറ്റ് നോക്കണം. ഞാൻ രണ്ട് സൈഡും നോക്കുന്നു. അതിനുശേഷം എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി റൈറ്റ് സൈഡിലേക്ക് ചെയ്യാൻ എടുക്കുകയാണ്. ഞാനത് നോക്കിക്കൊണ്ട് നേരെ ഇത് കണ്ടോ വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട, നമ്മളുടെ വാഹനം ഓഫ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ ഒന്ന് എഴുതിയിടുക. അപ്പോൾ ഇത്രയധികം പ്രാധാന്യം ഡ്രൈവിങ്ങിൽ ക്ലച്ചിനും ബ്രേക്കിനും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവിംഗ് തുടരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.